ഒരു പ്രധാനപ്പെട്ട വാർത്തയെത്തുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. വിദേശ വ്യവസായിയുടെ മൊഴിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയതായാണ് വ്യവസായി മൊഴി നൽകിയിരിക്കുന്നത്. കേസിൽ വ്യവസായിയെ ചോദ്യം ചെയ്യണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച വ്യവസായിയുടെ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിഗ്രഹങ്ങൾ വാങ്ങിയത് ഡി മണി എന്ന ചെന്നൈ സ്വദേശിയെന്നും മൊഴി ഡി മണി പുരാവസ്തു കടത്ത് സംഘത്തിന്റെ ഭാഗമാണെന്നുമാണ് മൊഴി. വിഗ്രഹക്കടത്തിന്റെ പണം കൈമാറിയത് 2020 ഒക്ടോബറിലാണെന്നും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിനെല്ലാം ഇടനില വഹിച്ചതെന്നുമൊക്കെയാണ് മൊഴിയിൽ പറയുന്നത്. ഇപ്പോൾ വിദേശ വ്യവസായിയുടെ മൊഴിയാണ് ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയതായാണ് വ്യവസായി ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. ഇതൊരു വിദേശ വ്യവസായിയാണ്. 4 പഞ്ചലോഹ വിഗ്രഹങ്ങളാണ് കടത്തിയതെന്നാണ് ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി. കേസിൽ വ്യവസായിയെ ചോദ്യം ചെയ്യണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച വ്യവസായിയുടെ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിഗ്രഹക്കടത്തുമായി ശബരിമല സ്വർണ്ണക്കവർച്ച കേസിന് ബന്ധമുണ്ടെന്ന് നേരത്തെ തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിദേശ വ്യവസായിയുടെ മൊഴി രേഖപ്പെടുത്തണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ വിദേശ വ്യവസായിയുടെ ഒരു മൊഴി വരുന്നത്. 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയതായാണ് വ്യവസായി മൊഴി നൽകിയിരിക്കുന്നത്. വിഗ്രഹങ്ങൾ വാങ്ങിയത് ഡി മണി എന്ന ചെന്നൈ സ്വദേശിയാണെന്നും മൊഴിയിലുണ്ട്. ഡി മണി പുരാവസ്തു കടത്ത് സംഘത്തിന്റെ ഭാഗമാണെന്നും ഈ വിദേശ വ്യവസായി മൊഴി നൽകിയിട്ടുണ്ട്. കൈമാറുന്നത് 2020 ഒക്ടോബറിലാണ്. ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ ഒരു കടത്തിനെല്ലാം പിന്നിലെന്നും ഇതിനെല്ലാം ഇടനില വഹിച്ചതും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നും ഈ വ്യവസായി മൊഴി പറയുന്നുണ്ട്.